കൊടുവള്ളി സ്വർണ്ണ കവർച്ചാ കേസിൽ പിടിയിലായ 5 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. രമേശ്, ലതീഷ്, ബിബിൻ, സരീഷ്, വിമൽ എന്നിവരാണ് ഈ 5 പേർ. രമേശ് നൽകിയ കൊട്ടേഷൻ അനുസരിച്ച് മറ്റുള്ളവർ സ്വർണം കവർന്നതാണെന്നാണ് പോലീസ് പറയുന്നത്. അഭിജിത്ത് മുഴക്കുന്നു ചേരുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. കൊടുവള്ളിയിലെ സ്വർണ്ണക്കവർച്ചാ കേസിൽ 5 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 5 പേരും പാലക്കാട്, തൃശൂർ സ്വദേശികളാണ്. ഇവരുടെ പേര് വിവരങ്ങൾ രമേശ്, ലതീഷ്, ബിബിൻ, സരീഷ്, വിമൽ എന്നിങ്ങനെയാണ്. ഇതിൽ രമേശ് നൽകിയ കൊട്ടേഷൻ അനുസരിച്ചാണ് ബാക്കി 4 പേർ ചേർന്ന് ഈ കൃത്യം നടപ്പിലാക്കിയത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് നമ്മളെ അറിയിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഈ സംഭവം. ജോലി കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കൊടുവള്ളിയിലെ ജ്വല്ലറി കച്ചവടക്കാരൻ, ജ്വല്ലറിയിൽ ജോലി ചെയ്തിരുന്ന ബൈജു എന്നയാളെയാണ് ഒരു സംഘം സ്കൂട്ടറിൽ പോകവെ കാർ കൊണ്ട് ഇടിച്ചു വീഴ്ത്തുകയും തുടർന്ന് ഇയാളുടെ ബൈജുവിൻ്റെ കൈവശമുണ്ടായിരുന്ന 1.75 കിലോ സ്വർണം കവരുകയും ചെയ്തത്. ഈ കാറിൽ ഘടിപ്പിച്ചിരുന്ന നമ്പർ പ്ലേറ്റ് വ്യാജമായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു. തുടർന്ന് CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിന് പുറകിൽ രമേശാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. ഈ രമേശും ഈ കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരം നടത്തുന്നയാളാണ്. അതായത് ബൈജുവിൻ്റെ നീക്കങ്ങളൊക്കെ മുൻകൂട്ടി അറിയുന്ന ആളായിരുന്നു. ആസൂത്രിതമായി ബൈജു തൻ്റെ കടയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് എത്തുന്ന സമയമൊക്കെ കണക്ക് കൂട്ടി അതിനനുസരിച്ച് വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കവർച്ച എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. ഇതിൽ ഈ പ്രതികളിൽ നിന്ന് 1.3 കിലോ സ്വർണം പോലീസിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ പിടികൂടിയത് പാലക്കാട്, തൃശൂർ മേഖലയിൽ നിന്നാണ് എന്നുള്ള കാര്യം കൂടി പോലീസ് നമ്മളുമായി മുഴക്കുന്നാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്.